വീണ വായിക്കാൻ പോവാ, താനൊന്ന് നോക്കാവോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം പറവാലോ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 17 ചിങ്ങമാസം 1-ാം തീയതിയാണ്. അപ്പോൾ കർക്കിടക മാസം എല്ലാം ഇന്നലത്തോടു കൂടി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മുതൽ ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷമാവട്ടെ അങ്ങോട്ടെന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ദിവസമാണല്ലേ. നമ്മളൊരു പുതുവർഷം ആരംഭിക്കുകയാണ് ഇന്ന്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അതൊരു സമ്പൽ സമൃദ്ധിയും ദിവസവും വർഷവും ആവട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പം ഇന്ന് പാലുവിനെ സംബന്ധിച്ചിടത്തോളം പാലുവിൻ്റെ ആദ്യത്തെ മലയാള മാസം 1-ാം തീയതിയാണ്. അതുകൊണ്ട് രാവിലെ തന്നെ പാല് കുളിച്ച് മുടിയൊക്കെ ഇറുകിലി പിന്നല് കെട്ടി നമ്മള് താഴത്തെ അമ്പലത്തിലേക്ക് പോയി. താഴത്തെ അമ്പലത്തിൽ പോയില്ലേ നമ്മള്? താഴത്തെ അമ്പലത്തിൽ പോയി ഉറക്കം വന്നുണ്ടോ നല്ല മോൾക്ക്? കണ്ട എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പാലു. ഇപ്പൊ ഇന്നലെ മുതൽ പാലു എന്തോ അമ്മേന്നല്ല വിളിക്കണം, അമ്മീന്നാണ് വിളിക്കുന്നത്. എന്താ പാലു അമ്മീന്ന് വിളിക്കണം? അമ്മേ ചൂടെടുക്കണുണ്ട്. പാലുവിന്റെ ഉടുപ്പൊക്കെ എങ്ങനെയുണ്ട്? പാലുവിന്റെ ചേച്ചി സ്റ്റൈൽ ചെയ്ത് കൊടുത്താടാ. പിന്നെ പറ എന്താ എന്താടാ എന്താ 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 പറഞ്ഞേ? അമ്മീ എന്താ പറഞ്ഞേ? അമ്മയോ ബോഡി കളി. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് താഴെ ഏലുമന അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ തൊഴുതു വന്നു. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഫ്രണ്ടിലുള്ള അമ്പലം ഇല്ലേ, അവിടെ നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞോട്ടെ, താഴത്തെ ഏലുമന അമ്പലത്തിലൊക്കെ പോയി ഞങ്ങള് തൊഴുതു തിരിച്ചു വന്നു. വീട്ടില് വെളുപ്പിനെ വിളക്കൊക്കെ കത്തിച്ചു വെച്ച ഞാൻ എണീക്കാൻ വൈകി. വിളക്ക് കത്തിച്ച് അമ്മ വിളക്കൊക്കെ കത്തിച്ചു അമ്മ. അപ്പോ നമ്മള് അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പാലുവിനെയും കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് പാലു ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോവാണ്. വൈക്കത്തമ്പലത്തിൽ പോകണമെന്ന് നമ്മൾ വിചാരിച്ചേ. അപ്പൊ വിചാരിച്ചു വൈക്കത്തമ്പലത്തിൽ നമ്മൾ ചോറ് കൊടുക്കാനും പോയി. അവൾ ഓൾറെഡി തൊഴുതാണ്. അപ്പോൾ ഇന്ന് പാലുവിനെ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ചോറ്റാനിക്കര അമ്മയ്ക്ക് ശർക്കര വളരെ പ്രിയപ്പെട്ടതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് മധുരപ്രിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് മേൽക്കാവിലും കീഴ്ക്കാവിലും നമ്മളിന്ന് പാലുവിന് വേണ്ടിയിട്ട് ശർക്കര കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് പോവുകയാണ്. ചിങ്ങു ഒന്നായിട്ട് പാലു എന്താ വളരെ സെക്സി ആയിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഇനി സ്വർണം കൊടുത്ത അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ വെച്ച് ഞങ്ങൾ ദോശ കഴിച്ച് ചോട്ടാണിക്കരയിലേക്ക് പോവുകയാണ്. അപ്പൊ അമ്മ ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പാല അങ്ങോട്ട് നോക്കിക്കേ, അവരോടൊരു ഹായ് പറഞ്ഞേ. നിന്നെ കാണാൻ എല്ലാവരും നിൽക്കുന്നത്, എന്നിട്ട് നീ ജാടയോ? അപ്പൊ അമ്മ അഹങ്കാരം ആവാ, അത്രയാവരുത്. ദോശയും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അച്ഛാ ചോറ്റാനിക്കരയ്ക്ക്? ഞങ്ങക്ക് 4-5 കിലോമീറ്റർ ഉള്ളൂ ചോറ്റാനിക്കര. അപ്പൊ ഞങ്ങള് ചോറ്റാനിക്കരയിലേക്ക് അമ്മി പറവാലോ. എന്താടാ? തേച്ചു കൊടുക്കൂരാലോ. പാലു ഇത്തിരി ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്തൊക്കെയോ വർത്താനം പറഞ്ഞ എന്നെ ചീത്തവരായിരിക്കും. മതിയുടെ വ്ലോഗ് എന്നൊക്കെ മറ്റേ പോലെ ആവും വീഡിയോ.
ഞാൻ കണ്ടാന്ന് അച്ഛൻ വിളിക്കണം. ആര്യനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആര്യോട് ചോദിച്ചപ്പോ ആര്യ വിളിച്ചിട്ട് ആ സമയത്ത് കിട്ടിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് വേദന? തിരുമേനിയാന്ന് പറഞ്ഞു ചോട്ടാനിക്കരെ കൊണ്ട് ശർക്കര പിടിച്ച് വെച്ചു. പോണം കേട്ടോ, ഉപേക്ഷ വിചാരിക്കരുത് കേട്ടോ, മാറ്റി വെക്കരുതെന്ന് കൊണ്ട് കാണിക്കണം. പാല് തകർക്കണം വെച്ച ആരുടെ ദോശ കഴിച്ചിട്ടുള്ള പാലുവിന്റെ അച്ഛാ ചോട്ടാനിക്കര അമ്പലം അടക്കില്ലേ നേരത്തെ ഇന്ന്? 12 മണി ആണോ? പാലുവിനെ സാരി പിടിപ്പിച്ച. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എത്ര പെൺകുട്ടികൾക്ക് ഈ സന്തോഷം ഉണ്ടെന്നറിയില്ല. അമ്മമാരുടെ ഡ്രസ്സ് അടിച്ചു മാറ്റുമ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അധികം ഡ്രസ്സ് എനിക്ക് ചുമന്നുകൊണ്ട് വരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കൊണ്ടുവരില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ അമ്മയുടെ കുർത്ത കളക്ഷൻസും സാരി കളക്ഷൻസും എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചു മാറ്റും. കരഞ്ഞ കാല് പിടിച്ചാണെങ്കിലും അമ്മ എനിക്ക് ഏലുമന അമ്പലത്തിൽ നിന്ന് വന്നു, ഭക്ഷണം കഴിച്ചു. പാലു മാഡം അതിന്റെ ടോപ്പ് മേളിൽ വേറെ ആയിരുന്നു. പൊട്ടൊക്കെ ഗ്രീൻ പൊട്ടൊക്കെ അമ്മ തൊട്ട് കൊടുത്തു. എന്താടാ ഒരു ഫ്രസ്ട്രേഷൻ പോലെ? എന്തോടാ ടെൻഷനാണോടാ? എന്താടാ പുറകിൽ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുക. അമ്മ റെഡി ആയിട്ട് പാലുവിന്റെ പുറകിൽ എന്താ? പാലുവിന്റെ പുറകിൽ ബട്ടർഫ്ലൈ. എങ്ങനെ കണ്ട? എനിക്ക് മര്യാദക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലേ പാലു? പാലു ടോപ്പ് നിനക്ക് ടൈറ്റ് ആണോടാ? ബട്ടർഫ്ലൈ ബാക്കിൽ. നമുക്ക് ബാക്കിൽ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. ഇതല്ലേ നിന്റെ ഭാഷ? നിമ്ര നിമ്ര സിക്കന് സിംബ സിംബ റെപ്പോ. എടി ശുണ്ടടി ആടി. നമ്മള് ചോട്ടാനിക്കടയിൽ പോവല്ലേ? ടീച്ചറെ കമ്മൽ എങ്ങനെയുണ്ട്? കമ്മൽ എങ്ങനെയുണ്ട് കള്ളി? അനങ്ങ്. എങ്ങനെയുണ്ട്? ഇതൊക്കെ വലുതാകുമ്പോ നിനക്കുള്ളതാ. എങ്ങനെയുണ്ട് കുടം? എന്നതാന്ന് വയറൊക്കെ കാണിച്ച് എവിടെ പോവാ? എന്റെ വാവയാണ്. ഇതെന്റെ വാവന്റെ മാത്രം വാവ. ഇത് ആർക്കും കൊടുക്കൂല ഞാൻ. എവിടെ പോവാ തട്ടോക്കിട്ട്? മനോഹരി രാധേ രാധേ മുതാരി എവിടെ ചൊല്ല്. ഇണങ്ങിയോ കണ്ണൻ കണ്ണേ ഇണങ്ങുവാൻ ചെല്ല ചെല്ല. അപ്പൊ അമ്മ സുന്ദരി. കഴിഞ്ഞ ബ്ലോഗിൽ എല്ലാവരുടെയും കമന്റ് ഞാൻ കണ്ടു. അമ്മയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ ചിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കുറെ കമന്റ് ഞാൻ കണ്ടു. അപ്പൊ അമ്മ റെഡിയായി കഴിഞ്ഞു. പാലു നേരത്തെ നിങ്ങൾ കണ്ട ടോപ്പൊന്നും അല്ല, ഇപ്പൊ മാഡം വേറെ ടോപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. അമ്മീന്നാ വിളിക്കണേ ഇപ്പൊ? അമ്മേന്ന് വിളിക്കില്ല, ഇപ്പൊ വേറെ ടോപ്പൊക്കെ ഇടേണ്ട. രാവിലെ ബോളിവുഡ് അടികളെ പോലെയായിരുന്നു. ഇപ്പൊ ചിത്രശലഭമൊക്കെ ഉണ്ട്, ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്.
ഓക്കെ അപ്പൊ നമുക്ക് അറിയില്ല അമ്പലത്തില് കുട്ടികൾക്കുള്ള ക്യൂ ഉണ്ടെന്നാ പറഞ്ഞപ്പോ കുട്ടികളെ ക്യൂ ഉണ്ടെന്നാ പറഞ്ഞപ്പോ അവിടെ പോയി. ഇവിടെ പ്രസവിച്ച സമയത്ത് ഇവിടെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മളോട് തിരുമേനി പറഞ്ഞു ചോറ്റാനിക്കരമ്മയ്ക്ക് ശർക്കര കൊണ്ടുവയ്ക്കാമെന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ചോറ്റാനിക്കരമ്മയെ പറ്റി പറയണ മധുരപ്രിയ എന്നാണ് പറയണത്. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി കീഴ്ക്കാവിലും മേൽക്കാവിലും ദേവിക്ക് ശർക്കര കൊണ്ടുവയ്ക്കണം. ഒരുപാടല്ല, അങ്ങനെ അന്ന് തിരുമേനി പറഞ്ഞപ്പോൾ ഞാൻ അത് ചെയ്യാമെന്ന് മനസ്സിൽ സങ്കല്പിച്ചിരുന്നു. അപ്പോൾ ആര്യ പോണതിന് മുമ്പ് ഇപ്പോഴുമായിട്ട് കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് ചേട്ടനും ഇവിടെ ഉണ്ട്, അത് കാരണം ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് ഇറങ്ങാം. അമ്മ വാതിലൊക്കെ കൂട്ടിയിട്ട് വന്നോളൂ. ഞാൻ മാച്ച് ആണ് എല്ലാം. അമ്മയുടെ അടിച്ചു മാറ്റിയിടുമ്പോഴത്തേക്കും ഒരു സുഖമായിരുന്നു നമുക്ക്. അതിന് മടുത്തു. അപ്പം ഇതാണ് ഏലുമൻ അമ്പലം. അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം നമ്മൾ എവിടെ പോകുമ്പോഴും ഏലുമൻ അമ്പലത്തിൽ നിന്നേ നമ്മളെല്ലാം തുടങ്ങാറുള്ളത്. അത് നമുക്കൊരു ഐശ്വര്യമാണ് അല്ലേ അത്. അതുകൊണ്ട് നമ്മൾ അമ്പലം രാവിലെ നമ്മൾ തൊഴുതു. അപ്പോൾ നമ്മൾ ചോറ്റാനിക്കരയിലേക്ക് ഇറങ്ങുകയാണ്. പാലുവിന് അത്ര വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. അമ്പലം, വിളക്ക്, ദൈവത്തിൻ്റെ ഫോട്ടോ കണ്ട കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ ഇവള്. ദൈവമേ അനുഗ്രഹം ഉണ്ടാവട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. മേമ എങ്ങനെ പറയണേ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. മണക്കും. എന്താ മറ്റേ കൂടെ കയറാം. പച്ചക്കറിയൊക്കെ അടക്കി വെച്ചേക്കണോക്ക്. നോക്കിങ്ങോട്ട് അമ്മക്കുട്ടനെ പാലു. അയ്യോ പാലു ഉറങ്ങിയമ്മേ. ഇപ്പൊ നമ്മള് ചോറ്റാനിക്കര അമ്പലം എന്താ അന്നദാനത്തിനുള്ള ക്യൂ ആണ് അവിടെ. അപ്പോഴാണ് നമ്മൾ തൊഴാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പാലുവിന്റെ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. സീറ്റ് ബെൽറ്റ് അടിക്കട്ടെ. കവറിലിട്ട് കൊണ്ടുപോകും ചേട്ടാ. കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ മതി, പേപ്പറിൽ. ഞാനങ്ങനെ കൊടുത്തിട്ടുണ്ട്. ശർക്കര ഒക്കെ നമ്മൾ അങ്ങോട്ട് വന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു കടയിൽ നമ്മൾ വാങ്ങിച്ചു. ഇവിടെ സമയം 12:30 കഴിഞ്ഞു. നമ്മൾ അന്നദാനത്തിൻ്റെ സമയത്താണ് വരുന്നത്. ഇന്നത്തെ ദിവസം അമ്മനെ അമ്പലം അടയ്ക്കില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ ഇങ്ങനെ വിശേഷമുള്ള ദിവസങ്ങളിൽ അമ്പലം അടയ്ക്കാനായിട്ട് വൈകുമോ അമ്മ? അതെ താട്ടാ ശർക്കര. ഞാനത് കയ്യിലേക്ക് വാങ്ങിക്കട്ടെ. ബാഗ് എടുക്കണ്ടോ അമ്മ? അച്ഛൻ കാറിൽ നോക്കിയാതെ പോട്ടോ. അച്ഛാ ചെരുപ്പ് എവിടെ ഇടമ്മേ? പാലു സമ്മതിച്ചാ കേറാം. കുഴപ്പമില്ല, അച്ഛനെടുത്തു. ചോറ്റാനിക്കരമ്മയെ കണ്ടു. എന്തെങ്കിലും കീഴ്ക്കാവില് പോവാം. ശരി എന്നാ ബാ. ചോറ്റാനിക്കര ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ചിങ്ങമാസം 1-ാം തീയതി മകനക്ഷത്രം തന്നെയാണ്. ചോറ്റാനിക്കരമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ചോറ്റാനിക്കര മകം. ആറ്റുകാൽ പങ്കാളിയൊക്കെ പോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി ആചരിക്കുന്ന ചടങ്ങാണ് ചോറ്റാനിക്കര മകം. അപ്പോൾ ചോറ്റാനിക്കരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും തിരക്കാണ്. എല്ലാ സമയത്തും നാളും തിരക്കാണ്. ഒരു ദിവസം പോലും തിരക്കില്ലാതെ ഇല്ല. അപ്പോൾ നമുക്കിവിടെ വന്ന് തൊഴുമ്പോൾ തന്നെ ഒരു പ്രത്യേക സംതൃപ്തിയാണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ ഒരു ക്ലിപ്പ് അച്ഛൻ എടുത്തതാട്ടോ. ഞങ്ങൾ 3 പേരും ഇങ്ങനെ നടന്നു വരുന്നത് എന്തോ ഒരു വല്ലാത്ത ഇമോഷണലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് കാണുന്ന എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനും അമ്മയും എന്താ ഒരു വലിപ്പത്തിൽ ഞാൻ അമ്മയുടെ അത്രയും വളർന്നു. പിന്നെ കുഞ്ഞു വാവ എന്തോ ഒരു വല്ലാത്ത ഫീല് പോലെ എനിക്ക് തോന്നുകയാണ്. സന്തോഷവും സങ്കടവും ഒക്കെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കീഴ്ക്കാവിൽ നിന്ന് വന്നപ്പോൾ കീഴ്ക്കാവ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ ഉച്ചയ്ക്കാണ് വന്നത്. ഞങ്ങൾക്ക് വൈകുന്നേരം വരെയൊക്കെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അമ്പലങ്ങളിലൊക്കെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ വൈകുന്നേരം വരെ ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അപ്പൂപ്പനോട് ഞാൻ ചോദിക്കുമായിരുന്നു എത്ര മണിക്കാണ് തുറക്കുക. അപ്പോൾ അപ്പൂപ്പൻ പറയുമായിരുന്നു 5 മണിക്ക് തുറക്കുന്നു.
അപ്പോൾ അന്നദാനം കഴിക്കാനുള്ളൊരു പ്ലാനിലാണ് നമ്മളിപ്പോൾ അവിടെ ഇരിക്കുന്നത്. കുറച്ച് നേരം അവിടെ ഇരുന്നു. ശർക്കരയൊക്കെ ഓൾറെഡി നമ്മൾ താഴത്തേക്കുള്ളത് വെച്ചില്ല, മുകളിലേക്കുള്ളത് നമ്മൾ വെച്ചു കേട്ടോ. വെള്ളം കുടിക്കാം. തൊഴുത് കഴിഞ്ഞു. നമ്മൾ ചിലപ്പോൾ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഞാൻ വൈകുന്നേരം പോകുള്ളൂ, നട തുറന്നിട്ടേ പോകുള്ളൂ. എന്തായാലും വൈകുന്നേരം വരെ നിൽക്കുന്നതല്ലേ, അപ്പോൾ നമ്മൾ അന്നദാനവും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. കുട്ടികളുടെ വേറെ ക്യൂ ഉണ്ടെന്ന് പിന്നെയാണ് നമ്മൾ അറിഞ്ഞത്. എന്നാലും നമ്മളവിടെ നിന്നു. ഡ്രസ്സ് മാറ്റിക്കുക, ഡ്രസ്സ് കട്ടോടെ ഇറിറ്റേഷൻ ആയി തുടങ്ങി. അങ്ങനെ ഇച്ചിരി നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ക്യാമറ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു അന്നദാനമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ അവിടെ കുറേ അമ്മമാർ പ്രാർത്ഥന ഭജനയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ കുറേ നേരം ഇരുന്നു ഉറങ്ങും ഒക്കെ ചെയ്യായിരുന്നു കേട്ടോ. നമ്മൾ വന്നത് എത്ര മണിക്കായിരുന്നു? 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വന്നതാണ്. അപ്പോഴേക്കും നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ഇരുന്നു, മണ്ഡപത്തിൽ അവിടെ ഇരുന്നു. അന്നദാനം കഴിച്ചിട്ട് മണ്ഡപത്തിൽ നമ്മൾ അവിടെ ഇരുന്നു. അയ്യോ നല്ല വെയില്. മണ്ഡപത്തിൽ ഇരുന്നിട്ട് നമ്മൾ വീണ്ടും 4 മണിയായപ്പോഴത്തേക്കും അകത്ത് കയറി ഒന്നുകൂടെ തൊഴുതു, ശർക്കരയൊക്കെ വെച്ചു. അപ്പൊ ഇന്ന് 1-ാം തീയതി ഹാഫ് ഓഫ് ദ ഡേ, ഹാഫ് അല്ല 3/4 ദിവസവും നമ്മള് എന്താ പറയാ അമ്പലത്തിനകത്ത് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഒരു മനോഹരമായ ഒരു തുടക്കമാണിത്. ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. പാലുമായിട്ട് 1-ാം തീയതി നല്ല ഐശ്വര്യമുള്ള ദിവസമായിരുന്നു അല്ലേ? പാലു ഒരു വഴക്കും ഉണ്ടാക്കിയില്ല. പാലു ഭയങ്കര പാലു 100% സഹകരിച്ച് ദേവിയെ ഇങ്ങനെ കണ്ണെടുക്കാതെ അവള് തൊഴുതു നോക്കി നിന്നോള്. ഞങ്ങളെ നടയിന്ന് മാറ്റിയില്ല. അപ്പൊ അവള് നല്ല മനോഹരം ഒന്നിനും ഒരു വഴക്കുണ്ടാക്കി. കാവിലും മേൽക്കാവിലും ഒക്കെ അവള് മനോഹരായിട്ട് തൊഴുതു. അമ്പലത്തിൽ നിന്ന് വന്നൊരു ടാൻ ആയതുകൊണ്ട് ഞാൻ മസൂർ ദാൽ വെച്ച് മുഖമൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്യാണ്. ഞാൻ സോപ്പൊക്കെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഇപ്പോൾ മരണകാലത്തെ ഭയത്തെ ചിന്തിച്ച മതിമറന്നു പോയി മനമെല്ലാം മനതാരിൽ വന്നു വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശിവായൊന്നും പറയാവാതല്ലേ മഹമായ തന്റെ പ്രകൃതികൾ മഹമായ നീക്കി തരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ വഴിയെ കാണുമ്പോ അപ്പൊ ഇന്നത്തെ ദിവസം 1-ാം തീയതി വളരെ ഭംഗിയുള്ള ഒരു ദിവസമായിരുന്നു. കാരണം നമുക്ക് നോ റിഗ്രറ്റ്സ്. കാരണം ഇന്നത്തെ ദിവസം നമ്മൾ വെറുതെ പാഴാക്കി കളഞ്ഞൊന്നും അങ്ങനെയൊന്നും തോന്നില്ല അല്ലേ? കാരണം നമ്മൾ രാവിലെ മുതൽ ഈ നിമിഷം വരെ നമ്മൾ ഭയങ്കര ഡിവൈൻ ആയിട്ടിരിക്കുമായിരുന്നു. തിരിച്ചു വന്നു, നാമം ചൊല്ലി ഇങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ നാളായിട്ട് വീണ ക്ലീൻ ചെയ്ത് എന്താ പറയുക, ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഇന്നലെ ക്ലീൻ ചെയ്തു. ഞാൻ എത്രാം ക്ലാസ് മുതലാച്ചാ വീണ പഠിക്കുന്നത്?
ഒരു 5th. ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ മുതൽ വീണ പഠിക്കുന്ന ഒരാളാട്ടോ. എൻ്റെ അരങ്ങേറ്റം സരസ്വതി ടെമ്പിളിലായിരുന്നു, വൈക്കത്തെ സരസ്വതി അമ്പലത്തിലായിരുന്നു. എൻ്റെ ഗുരു വൈക്കം ശ്രീജിത്ത് മാഷാണ്. അവിടെ നമ്മുടെ വൈക്കത്തമ്പലത്തിലൊക്കെ വീണ വായിക്കുന്നത് അദ്ദേഹമാണ്. അവിടെ വർഷങ്ങളോളം പഠിച്ചു. എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈക്കത്തുനിന്ന് മാറി താമസിച്ചപ്പോൾ ഒരുപാട് ടച്ച് വിട്ടുപോയി. അത് കഴിഞ്ഞ് നമ്മൾ തിരുവാങ്കുളത്ത് എവിടെ താമസം പഠിച്ചാൽ തിരുവാങ്കുളത്ത് നമ്മൾ പൂത്തോട്ടിലേക്ക് താമസം മാറിയപ്പോൾ നമ്മൾ പിന്നെ തിരുവാങ്കുളത്ത് സ്വാതിരുന്നാൾ ട്രസ്റ്റിൽ നിന്നെ പഠിപ്പിക്കും. അത് അവിടെ ഞാൻ ടീച്ചറുടെ അടുത്ത് വീണ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ബാംഗ്ലൂർ പോയപ്പോഴത്തേക്കും ഉള്ള ടച്ച് മൊത്തം പോയി. കുറേയൊന്നും ഓർമ്മയില്ല. ഇവിടെ വരുമ്പോൾ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ എടുത്ത് ഒന്ന് വായിക്കും. ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, അപ്പൊ നിങ്ങൾക്കും ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചു. വീണ എടുത്തിട്ട് വരട്ടെ. കള്ളിയാട്ടോ, നിങ്ങൾ വിചാരിക്കണ പാലൊന്നും അല്ല, കരയും. അപ്പൊ നമ്മൾ നോക്കി ചിരിച്ചാ കണ്ടോട്ടാ, കണ്ടോ, അത്രേ ഉള്ളു. അവിടെ കിടക്കും. ഞാൻ പോയിട്ടേ വീണ എടുത്തിട്ട് വരട്ടെ. വീണ സ്റ്റാൻഡ് എനിക്ക് ഇതിന്റെ കവർ ഉണ്ടായിരുന്നു. കവർ മറ്റേ വെൽവെറ്റിന്റെ ആയിരുന്നു. അത് പൊടി പോലെ പോയി. അപ്പൊ ഇതെനിക്ക് എന്റെ മാഷ് സെറ്റ് ചെയ്തെന്ന കവറാട്ടോ. കണ്ട, ഇങ്ങനെ തുറന്ന് എടോ ഞാൻ വീണ വായിക്കാൻ പോവാ, താനൊന്ന് നോക്കാവോ? എടോ ആദ്യാപാർവതി നോക്ക്. ഇവിടെ ഞാൻ ഇന്ന് എന്താടി ഇല്ല, കാണോ? അടിക്കൂടെ പേടിക്കും. കൈ നീക്കാൻ പറ്റുന്നില്ല. അതെ, ഇറങ്ങി പോവോ? ഇല്ലില്ല, ഇറങ്ങി പോവോ? കുഴപ്പമില്ല, അവ ഇടയ്ക്കിരുന്നോളൂ. അതല്ല, ഇരിക്കണേന്റെ എന്റെ കൈ നീങ്ങണ്ടേ ഇവിടെ വരെ എത്തണ്ടേ? കാണാൻ പറ്റില്ലായിരിക്കും. താളം പിടിച്ചോണ്ടല്ലേ ഇങ്ങോട്ട് കേറി വന്നു പോയി മാറി. അവരുടെ കയ്യിലേക്ക് സൂം ചെയ്താ
അപ്പൊ അമ്മ ഞാൻ എന്റെ രണ്ടാമത്തെ ടീച്ചർ ശ്രീജിത്ത് മാഷല്ല, ശ്രീജിത്ത് മാഷ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, ശ്രീജിത്ത് മാഷ് പഠിച്ചിട്ടില്ല, ചേരണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടീച്ചറുടെ അടുത്ത് അമ്മ ചെറുതായിട്ട് ഒന്നുമല്ല, ജസ്റ്റ് സപ്തസ്വരം ഞാൻ വായിക്കുമ്പോ കേട്ട് പഠിച്ചത് അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അമ്മയ്ക്ക് അങ്ങനെ 2-3 ക്ലാസ് വായിച്ചല്ലാതെ അമ്മയ്ക്ക് അത്ര അറിയില്ല. അതെ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇളയവൾ ഗായത്രി എന്ന് പറഞ്ഞൊരു സീരിയലിന് ഓഫർ വന്നപ്പോഴത്തേക്കും നമ്മൾ വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചാൽ പോകാൻ സമയം കിട്ടിയില്ല പിന്നെ അതിനായിട്ട്. അപ്പൊ അമ്മ സപ്തസ്വരം വായിക്കും. പതുക്കെ പതുക്കെ വായിക്കും. അവിടെ പൊക്കണ്ട, സാ ഇവിടെ തന്നെയാ, അവിടെ സ്റ്റാർട്ടിങ് മാത്രം സാ പൊക്കി. പാട് സാ തുടർന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പാല് വന്നപ്പോ ഇനി ആര് വരുമ്പോ ഒക്കെ ഇടയ്ക്ക് പഠിക്കാം, തുടർന്ന് പഠിക്കും അല്ലേ. ഏറ്റവും ഇഷ്ടം വീണയാണ്. വീണയും ഡാൻസും പാട്ടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലേറ്റവും ഇഷ്ടം വീണയാണ്. എൻ്റെ അച്ഛൻ കലയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. എൻ്റെ അച്ഛൻ കലാകാരന്മാരെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അച്ഛനിങ്ങനെ നാടകത്തിലും അഭിനയിക്കുമായിരുന്നു. അച്ഛനെ കലാകാരന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെ കലയോടുള്ളൊരു ഇഷ്ടമാണ് എനിക്ക് കിട്ടിയേക്കണേന്ന് എല്ലാവരും പറയും. അച്ഛൻ അങ്ങനെയായിരുന്നു, ഭയങ്കര കലാകാരന്മാരെ റെസ്പെക്ട് ചെയ്യുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ ഇവിടെ ഇന്ന് അച്ഛനുണ്ടായിരുന്നു, അച്ഛനില്ല. അപ്പം അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ ആര്യയുടെ ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അച്ഛനുണ്ടെങ്കിൽ ഇന്ന് അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ ആര്യയുടെ ഡാൻസും പാട്ടും കഥകളിയൊക്കെ കണ്ട് സന്തോഷിക്കാൻ അച്ഛന് സാധിച്ചതില്ല. അതെനിക്ക് ഏറ്റവും വലിയ സങ്കടമാണ്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എന്തോരം കഥകളിയാണ് വൈക്കത്തമ്പലത്തിൽ അഷ്ടമിക്ക് മിക്കവാറും ദിവസങ്ങളിൽ കഥകളി ഉണ്ടാവും. അപ്പോൾ നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഓരോ കഥകൾ പറഞ്ഞ് അച്ഛൻ പറഞ്ഞു തരുമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ മക്കൾ കലാകാരികളാകണമെന്നാണ് ഇഷ്ടം. അതും ഈശ്വരൻ അനുഗ്രഹിച്ചാൽ മാത്രമേ അങ്ങനെയൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിനെയൊന്നും വില കുറച്ച് പറയുകയല്ല, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ കലാകാരികളായി കാണണമെന്നാണ് ആഗ്രഹം. അപ്പം നമ്മളൊരു മക്കളെ വളർത്തുമ്പോൾ ഒരിക്കലും അവർ വലിയ വലിയ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുമെന്നും പറഞ്ഞൊന്നും അല്ലല്ലോ ഇതൊന്നും പഠിപ്പിക്കുന്നത്. അതുകൊണ്ടല്ല, ആ കലയുള്ളൊരു വീട്ടിൽ ഇങ്ങനെ എപ്പോഴും പാട്ടും ഡാൻസും ഒക്കെ ഉള്ളൊരു വീട്ടിൽ ജീവിക്കാൻ തന്നെ സാധിക്കുന്ന വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതിനോട് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. അത് ഞാൻ എൻ്റെ മക്കളെന്നല്ല,
ആരെ കണ്ടാലും ഞാൻ പറയും ഡാൻസ് പഠിപ്പിക്കുന്നേ, പാട്ട് പഠിപ്പിക്കുന്നേ എന്ന് പറയും കുട്ടികളോട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ദിവസം അല്ലേ. 1-ാം തീയതി അങ്ങനെ നമ്മുടെ കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. പാല് ഭയങ്കര അലമ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുന്നോട്ടൊന്നും സംസാരിക്കുന്നില്ല. അവളെ ഉറക്കട്ടെ. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ച് യാത്രയാണ്. അപ്പൊ അവൾക്ക് ഇങ്ങനെ എടുത്തെടുത്ത് അവൾക്ക് വയ്യ, ക്ഷീണമാണ്. അപ്പോ എന്തോ ഭയങ്കര വഴക്കാ. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു പരാതിയല്ല, ഒരു വിഷമം. അപ്പൊ അത് ചെയ്താൽ ഒരുപാട് സന്തോഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയും ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ടാറ്റ.